എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ കാണിക്കട്ടെ. ആദ്യം നമുക്ക് ഗണപതിയിൽ നിന്ന് തുടങ്ങാം. ഈ ഗണപതിനെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. പിന്നെ വരുന്ന ഈ ഉണ്ണിക്കണ്ണനും പീക്കോക്കും പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ക്ലോക്കും എല്ലാം ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. അതൊക്കെ നമുക്ക് വാൾ ഹാങ്ങിങ്സ് ആയിട്ടും ഹോം ഡെക്കർ ഐറ്റംസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി കാണുന്ന ഈ ബൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് റിബൺ എംബ്രോയ്ഡറി ചെയ്ത ഒരു സൺഫ്ലവറാണ്. ഇത് റിബൺ എംബ്രോയ്ഡറി ചെയ്ത ഒരു പഞ്ചവർണ്ണ തത്ത. പിന്നെ ഇത് ഞാൻ എംബ്രോയ്ഡറി ചെയ്യാൻ പഠിച്ച സമയത്ത് ചെയ്ത കുറച്ച് വർക്കുകളാണ്. അതെല്ലാം കൂടി ഞാൻ ഒരു ഫ്രെയിമിലേക്ക് മാറ്റിയതാണ്. ഇത് ഞാൻ എൻ്റെ മൂത്ത മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അവൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഡാൻസ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് ഒരു ബോട്ടിലിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് അതിലൊട്ടിച്ചു. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലും താഴെയും കുറച്ച് ലേസൊക്കെ ഫിക്സ് ചെയ്തു. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ കൊടുത്തപ്പോൾ. പിന്നെ വരുന്നത് ഒരു ബോട്ടിലിൽ തന്നെ ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്തിട്ട് ക്ലേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഡീകോപ്പേജ് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് ഹസ്ബൻഡിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് ഇവിടെ കിട്ടുന്ന തൈരിൻ്റെ ക്യാനാണ്. അതിനകത്ത് ഞാൻ ഡെക്കോ പാച്ച് ചെയ്തിട്ട് വെച്ചതാണ്. ഇപ്പം ചെടിച്ചട്ടിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എയർ ഡ്രൈ ക്ലേ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് അത് വെച്ചുണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. ഇത് എയർ ഡ്രൈ ക്ലേ വെച്ചുണ്ടാക്കിയ ഫ്ലവേഴ്സ് ഒരു ഫ്രെയിമിനകത്ത് വെച്ചിട്ട് ഹസ്ബൻഡിന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. ക്യാൻവാസിന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതിൽ ക്ലേ ഫ്ലവേഴ്സും പിന്നെ ഒരു ഫ്ലവർ വൈസും ഉണ്ടാക്കിയിട്ട് അതിൽ ഫിക്സ് ചെയ്തതാണ് ഇത് ഒരു പഴയ ക്ലോക്കിൻ്റെ ഫ്രെയിം കിട്ടിയപ്പോൾ അതിനകത്തും പിന്നെ ഒരു ബോട്ടിലിനകത്തും ഞാൻ ഡോട്ട് പെയിൻറ്റിങ് ചെയ്തതാണ്. ക്യാൻവാസിൽ ആദ്യം ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഡോട്ട് പെയിൻറ്റിങ് ചെയ്തെടുത്തൊരു പീക്കോക്കാണിത്. ഇത് എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ്. 2-3 വർഷം മുമ്പ് ചെയ്തതാണിത്. ഇത് പ്ലാസ്റ്റിക് സ്പൂൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ റെഡ് സ്പ്രേ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റിന് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലെയിൻ പ്ലാസ്റ്റിക് പ്ലേറ്റിനകത്ത് ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ് വെച്ച് വരച്ചിട്ട് കൊടുത്തതാണ്. ബിരിയാണി പാർസൽ വാങ്ങുമ്പോൾ കിട്ടിയൊരു ബക്കറ്റാണിത്. അതിന് ഞാനൊരു സ്മൈലി ഫേസൊക്കെ വരച്ചിട്ട് അതിനകത്തൊരു അലോവേര ചെടി നട്ടു. ഈ റോസ് ഫ്ലവറും പിന്നെ വരുന്ന ഈ ഗണപതിയും രണ്ടും ഞാൻ എംബോസ് പെയിൻറ്റിങ് കിറ്റ് വാങ്ങിച്ചിട്ട് ചെയ്തതാണ്. നമുക്കത് വാങ്ങാൻ കിട്ടും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഓർണമെൻറ്റ്സ് കാണിക്കാം. എയർ ഡ്രൈ ക്ലേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ഉണ്ടാക്കിയ ഓർണമെൻറ്റ്സാണ് ഇതെല്ലാം. ഇത് ക്രോഷേ വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ കമ്മലാണ്. പിന്നെ ഈ വരുന്നത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഇതും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു നെക്ലേസും കമ്മലും വളയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ലാസ്റ്റ് കാണുന്നത്. ഇനി ഞാൻ ചെയ്ത കുറച്ച് ക്രോഷേ വർക്ക്സ് കാണിക്കാം. ഇതിന് ക്രോഷേ പോഞ്ചോ ഡ്രസ് എന്നാണ് പറയുന്നത്. ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് നാട്ടിൽ പോയ സമയത്ത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്രോഷേ ബീനി ചെയ്ത് കൊടുത്തതാണ്. ഇത് അവന് ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ്. ഇത് ക്രോഷേ ചെയ്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് ഒരു ബോട്ടിൽ കവറും പിന്നെ കുറച്ച് ക്രോഷേ ഫ്ലവേഴ്സുമാണ്. ഇത് ക്രോഷേ ത്രെഡ് വെച്ച് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ഉടുപ്പ്. ഈ ബോട്ടിലിനകത്ത് വെച്ചിട്ടുള്ള ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പോളിമർ ക്ലേ വെച്ച് ചെയ്യുന്ന ഫ്ലവറാണ്. പോളിമർ ക്ലേ വെച്ച് ചെയ്യുമ്പോൾ നമ്മളത് ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് നല്ല ഷേപ്പിൽ നിൽക്കില്ല, അത് പൊട്ടിപ്പോവും. ഇതിൽ പല ഐറ്റംസും പല സമയത്തായിട്ട് ചെയ്തതാണ്. അന്ന് ഞാൻ യൂട്യൂബൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലതിൻ്റെയും മേക്കിംഗ് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫോട്ടോ വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം യൂട്യൂബിൽ പല പല വീഡിയോസ് നോക്കിയിട്ട് പഠിച്ച് ചെയ്ത് നോക്കിയതാണ്. ഞാനിത് അല്ലാതെ വേറെ എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതിലേതെങ്കിലും ഐറ്റംസ് ചെയ്ത് കാണിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇടുന്നതായിരിക്കും.
ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.